ഡൽഹി ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിനിടെ ഉന്നാവോ കേസിലെ അതിജീവിതയ്ക്കും അമ്മയ്ക്കും ദേഹാസ്വാസ്ഥ്യം. ഇതേ തുടർന്ന് സമരം അവസാനിപ്പിച്ചിരുവരും മടങ്ങി. നാളെ സുപ്രീംകോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് ഉറപ്പുണ്ട് എന്ന് അതിജീവിത പറഞ്ഞു. YS അഭിനന്ദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അഭിനന്ദ്, നാളെ കോടതി എന്ത് തീരുമാനിക്കുമെന്നതിലാണ് അവരുടെ പ്രതീക്ഷ. എങ്ങനെയായിരുന്നു സമരം അവസാനിപ്പിച്ചത്? ദിൽന ഉന്നാവോ ബലാത്സംഗ കേസിൽ BJPയുടെ മുൻ MLA ആയിട്ടുള്ള കുൽദീപ് സിംഗ് സെൻഗാറിനെ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഒപ്പം തന്നെ ജീവപര്യന്ത തടവ് ശിക്ഷ റദ്ദാക്കിയുള്ള ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധവുമായി ഇടതുപക്ഷ മഹിളാ സംഘടനകളടക്കം രംഗത്തെത്തി. ഇന്ന് അതിജീവിത തന്നെ നേരിട്ട് ജന്തർ മന്ദറിൽ പ്രതിഷേധവുമായി 3 മണിക്കൂറാണ് തെരുവോരത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതിജീവിതയ്ക്ക് പിന്തുണയുമായിട്ട് പൗരസംഘടനകളടക്കം രംഗത്തെത്തി. SFIയും ASF തുടങ്ങിയ സംഘടനകളും അതിജീവിതയ്ക്ക് പിന്തുണയുമായി എത്തി. ഉടൻ 3 മണിക്കൂർ ശേഷമാണ് ദേഹാസ്വസ്ഥതയെ തുടർന്ന് അതിജീവിതയ്ക്കും അമ്മയും അവിടെ നിന്ന് മടങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് തന്നെ അവരെ നേരിട്ടെത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും പ്രതിഷേധം തുടരുമെന്ന് അതിജീവിത ഈ പോലീസ് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. സുപ്രീം കോടതിയിൽ നാളെ ഈ അടിയന്തരമായിട്ട് CBI നൽകിയ അപ്പീൽ അത് പരിഗണനയ്ക്ക് വരികയാണ്. സുപ്രീം കോടതി തങ്ങൾക്ക് നീതി ലഭിക്കുമെന്നുള്ള പൂർണ്ണമായ പ്രതീക്ഷയുണ്ടെന്നും അതിജീവിത പറഞ്ഞു. നാളെ ഇത് സുപ്രീം കോടതി അടിയന്തരമായിട്ട് ഈ കേസ് പരിഗണിക്കും. ഈ അവധിക്കാലമാണ്. അവധിക്കാലത്തിനിടയ്ക്ക് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായതുകൊണ്ടാണ് സുപ്രീം കോടതി ഇത് നാളെ പരിഗണിക്കുവാനായിട്ട് മാറ്റിയിരിക്കുന്നത്. അതിജീവിത അത് അങ്ങേയറ്റം വലിയ നീതി ലഭിച്ചില്ല എന്ന് തന്നെയാണ് ഇടതുപക്ഷ മഹിളാ സംഘടന അടക്കം വ്യക്തമാകുന്നത്. കൂടുതൽ പൗരസംഘടനകൾ അതിജീവിതയ്ക്ക് പിന്തുണയുമായി. അതിജീവിത ഇന്ന് മറ്റൊരു കേസ് കൂടി ഇന്ന് CBIക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ അത് കൃത്യമായല്ല അന്വേഷിച്ചത്. തന്നെ ജനന തീയതി പോലും മാറ്റി, അത് ഫോൺ ഉപയോഗിക്കുന്നുവെന്ന് കള്ളം അടക്കം ഈ കുറ്റപത്രത്തിൽ ചേർത്തു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരെയും അതിജീവിത ഉയർത്തുന്നുണ്ട്. അതിജീവിതവുമായി ബന്ധപ്പെട്ട CBIക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിക്ക് പിന്നാലെയാണ് ഇന്ന് പ്രതിഷേധവുമായി ജന്തർ മന്ദറിൽ എത്തുകയും ചെയ്തത്. അത് വ്യാപക പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ ഉന്നാവോ ബലാത്സംഗ കേസ് പോകുന്ന കാഴ്ചയാണ് നിലവിൽ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.